അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോമിലി കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് മുൻപായി ഈ ചാനലിൽ ഗീവ് അവേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി 1 കപ്പ് മൈദപ്പൊടി അരിച്ച് ഈ ബൗളിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്യാം. ഇനി വേറെ ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പതുക്കെ വേണം ഇളക്കാൻ. ഇനി മിക്സ് ചെയ്ത് വെച്ച സോഡ പൗഡറും ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ 1/3 കപ്പ് ഓയിലും ചേർത്ത് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 3 തുള്ളി വാനില എസൻസും ആഡ് ചെയ്യാം. പിന്നെ ബട്ടർ സ്കോച്ച് എസൻസ് 5 തുള്ളി ചേർക്കാം. എന്നിട്ട് പതുക്കെ ഇളക്കാം. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ച മൈദപ്പൊടി കുറേശ്ശെ ആഡ് ചെയ്ത് പതുക്കെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലും കുറേശ്ശെ ഒഴിച്ച് പതുക്കെ മിക്സ് ചെയ്യാം. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ തേച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ട് വേവിച്ചെടുക്കാം. സ്റ്റവിൽ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി ഒരു മൂടിയെടുത്ത് അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ പാത്രം വെച്ച് ഒരു 15-20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മൂടുമ്പോൾ ഗ്യാസ്കറ്റും വിസിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൂടിയാൽ മതി. ടൈറ്റിൽ മൂടണ്ട. ഇനി കേക്ക് വേകുമ്പോഴേക്കും പ്രളയിനി തയ്യാറാക്കാം. അതിനു വേണ്ടി പഞ്ചസാര, ബട്ടർ, നിലക്കടല. സ്റ്റവിലൊരു പാത്രം വെച്ച് 1/3 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് ചൂടാറാൻ വെക്കാം. ഇനി ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി പഞ്ചസാര, വെള്ളം, ബട്ടർ, വിപ്പിംഗ് ക്രീം. ഇനി പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കിയ ശേഷം 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് വേണം തയ്യാറാക്കാൻ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റായി. കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബട്ടർ പേപ്പറും എടുത്ത് മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 തുള്ളി ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി സോസിലും 2 തുള്ളി ആഡ് ചെയ്യാം. ഇനി കേക്ക് കട്ട് ചെയ്യാം. 2 ലെയറായി കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോരാണ്ട് കട്ട് ചെയ്യണം. ഇനി കേക്ക് സെറ്റ് ചെയ്യാം. അതിനൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ ലെയർ ഇതിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോസും ആഡ് ചെയ്യാം. അതിനുശേഷം പ്രളയനിലേക്ക് വെക്കാം. ഇനി ഇതേപോലെ അടുത്ത ലെയറും ചെയ്യാം. ലാസ്റ്റ് ലെയർ വെക്കുമ്പോൾ ഉൾഭാഗം പുറത്താക്കി വേണം വെക്കാൻ, എന്നാലേ കേക്കിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ കാർഡ് വെച്ചിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. പാലറ്റ് നൈഫ് ഇല്ലെങ്കിൽ കാർഡ് വെച്ച് ഷേപ്പാക്കിയാലും മതി. ഇപ്പോൾ ഷേപ്പായിട്ടുണ്ട്. ഇനി ഡിസൈൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം.
അപ്പം നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് അടിപൊളി കേക്ക് തയ്യാറാക്കി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.